നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അടുത്തിടെ AI കമ്പനീസിൽ ഉള്ള ഒരു ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് മാർക്കറ്റ് ഇത്ര ശക്തമായ രീതിയിൽ ഇന്നലെ ഇൻട്രാഡേ ഹൈയിൽ നിന്നെല്ലാം തന്നെ സെൻസെക്സ് 1200 പോയിന്റ് ഫോളിന് കാരണമായത്. US-ഇറാൻ യുദ്ധം, അതിൻ്റെ ഒരു ഭീതി ഒരു വശത്തുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ വില ഉയർന്നതും ക്രൂഡിൻ്റെ വില ഉയർന്നതും. എങ്കിലും IT-യുടെ ആ ഒരു അൺസർട്ടനിറ്റിയും ഈ ഇറാൻ US യുദ്ധ സാഹചര്യങ്ങളും ആണ് മാർക്കറ്റിന് ഇപ്പോൾ പ്രധാന വെല്ലുവിളിയായിട്ട് വരുന്നത്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്ത്യ വിക്സ് 10% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടു. പ്രീമിയം എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തു. അപ്പോൾ ഇന്നലെ സെൻസെക്സിൻ്റെ എക്സ്പയറിയിൽ ഒരുപാട് പേർക്ക് നഷ്ടം വന്നിട്ടുണ്ടാവാം. ഒരുപാട് വലിയ തോതിൽ മാർക്കറ്റ് ക്യാപ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായിപ്പോയി. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US യൂറോപ്യൻ മാർക്കറ്റുകളിൽ തീവ്രമായ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നില്ല. ഏറ്റവും താഴെ US വിക്സ് ഇന്ത്യൻ മാർക്കറ്റിനെ പോലെ സ്പൈക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. 2% മാത്രമാണ് സ്പൈക്ക് ചെയ്തോളൂ. നാസ്ഡാക്ക് റെഡിലാണ്. റെഡിലടച്ചുവെങ്കിൽ കൂടിയും അതിതീവ്രമായ സെല്ലിംഗ് ഇല്ല. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റിലും അതിതീവ്രമായിട്ടുള്ള സെല്ലിംഗ് ഇല്ല. എന്നാൽ കുറച്ച് മുകളിലേക്ക് പോയാൽ നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1% ഇടിവിലാണ്. എന്നാൽ കുറേയൊക്കെ പ്രശ്നമില്ല. ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. ഇനി നമ്മളുടെ പ്രധാനമായിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 25,405. നമ്മുടെ ക്ലോസിങ് 25,409 ആയിരുന്നു. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് $16 ഉയർന്നു, സിൽവർ 1% ഉയർന്നു, ബിറ്റ് കോയിൻ ഫ്ലാറ്റാണ്, ബ്രന്റ് ഓയിൽ 71 നിലയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നേരത്തെ കണ്ട പോലെ പറയുമ്പോൾ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ അതിതീവ്രമായിട്ടുള്ളൊരു ഭീകരാവസ്ഥയില്ല. കാരണം US വിക്സ് ഉയർന്നിട്ടില്ല. പക്ഷേ ആളുകളൊരു സേഫ് ആയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഗോൾഡിലൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ക്രൂഡും ഉയർന്നിട്ടുണ്ട്. ഇന്നലെ ക്രൂഡ് ഉയർന്നതുകൊണ്ട് ഇന്ത്യൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയായിട്ടുള്ള ONGC പോലുള്ള കമ്പനീസ്, ഓയിൽ ഇന്ത്യ പോലുള്ള കമ്പനീസും നേട്ടം കൈവരിച്ചിരുന്നു. ഇനി നമുക്ക് FISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്നലെ FIS സെല്ലേഴ്സ് ആയിരിക്കാം എന്നുള്ളൊരു അനുമാനത്തിലെത്താം. പക്ഷേ ഇന്നലെ DIs സെല്ലേഴ്സ് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് FIS DIസിൻ്റെ ആക്ടിവിറ്റീസാണ്. ഇതിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ DIസും ലെഫ്റ്റ് സൈഡിൽ FISും ആണ്. FISൻ്റെ കാണാൻ ഇന്നലെ 880 കോടി രൂപയുടെ സെല്ല. എന്നാൽ DIs മോശമായിരുന്നില്ല, 596 കോടി രൂപയുടെ സെല്ല്. മന്ത്ലി അടിസ്ഥാനത്തിൽ DIs 11,473 കോടി രൂപയുടെ ബൈ, FIS 1,076 കോടി രൂപയുടെ സെല്ല്. ഇതാണ് നമ്മളുടെ ഈ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓൾറെഡി അവിടെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫോസിസ് 3, വിപ്രോ 2. പക്ഷേ ഇവിടെ ഉണ്ടായ ഇടിവ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തതാണ്. ഫർദറായിട്ടൊരു ഫോൾ ഉണ്ടായിട്ടില്ല. ഇത് US മാർക്കറ്റിലെ US കമ്പനീസിൻ്റെ അവസ്ഥയാണ്. മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അസെഞ്ചർ എല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യയിലും നെറ്റ്ഫ്ലിക്സ് ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ മറ്റുള്ള കമ്പനീസ് ഫ്ലാറ്റായ അവസ്ഥയിലാണ് ഉള്ളത്. ഇതാണ് നമുക്ക് ഗ്ലോബലി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഡിമാറ്റ് അക്കൗണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കറിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പ് സ്റ്റോക്കിൻ്റെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്, സ്വിംഗ് എല്ലാം തന്നെ ചെയ്യാം. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ അപ്പ് സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കിൻ്റെ വാർത്തയിലേക്ക് ആദ്യം ABB ഇന്ത്യയാണ്. ABB ഇന്ത്യ ഇവരുടെ റവന്യൂ 5% ഉയർന്നു. എന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ 18% ഇടിവുണ്ടായിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് ഈ ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്ന് ടാക്സ് റീഫണ്ട് തിരിച്ച് ലഭിച്ചു കാശ് 686 കോടി രൂപ. റെയിൽ ടെയിലിന് 356 ഒരു ഓർഡർ കിട്ടി. ടെക്സ്മാക്കോ റെയിൽ ആർബിനലായിട്ട് കൊളാബ് ചെയ്തിട്ട് പുതിയൊരു ഓർഡർ ലഭിച്ചു. HV ഇൻഫ്ര കമ്പനിക്ക് 123 കോടി രൂപയുടെ ഓർഡർ കിട്ടി. പേസ് ഡിജിറ്റെക് കമ്പനിക്ക് റെയിൽ ടെയിലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. CI ഓട്ടോമോട്ടീവ് കമ്പനി ഇവർ 10% ഇയർ ഓൺ ഇയർ ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. യൂറോ പാട്രിക് കമ്പനി ഒരു പുതിയതായിട്ടുള്ള സ്മാർട്ട് ആക്സസിബിൾ വാൾ പാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ നമുക്ക് വൈകിട്ട് നമുക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് പേര് ഇപ്പോൾ സ്കാം ആവുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് എത്താം. അപ്പോൾ വൈകിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.